ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് കറി ഉണ്ടാക്കാൻ കിട്ടിക്കുന്നത് വെണ്ടയ്ക്കയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഇതെങ്ങനെ തയ്യാറാക്കിയത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചട്ടി വെച്ച് ഉലുവട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് വെണ്ടയ്ക്കയും സവാളയും പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്തു. പിന്നെ വേഗം വഴറ്റി കിട്ടാൻ കുറച്ച് ഉപ്പിട്ടു. പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. വീണ്ടും വഴറ്റിയതിന് ശേഷം നമ്മൾ എരിവിന് പാകത്തിനുള്ള മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇട്ട് ഒന്നും കൂടി വഴറ്റി. നമുക്ക് ആവശ്യമുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തു. സൂപ്പർ ടേസ്റ്റിലുള്ള വെണ്ടക്കക്കറി റെഡി ആയിട്ടോ. പിന്നെ നമ്മൾ വെണ്ടക്കക്കറി മാറ്റിയിട്ട് കുറച്ച് കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു. അത് വേഗം കട്ട് ചെയ്ത് കഴുകി നമ്മൾ ഉപ്പേരി വെച്ചു. ഇന്ന് നമുക്ക് മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ 2 കോഴിമുട്ട പൊരിക്കുകയും ചെയ്തു. ബാക്കിയുള്ള ക്ലീനിങ്ങും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയിട്ട് ഭക്ഷണം കഴിച്ചു. പ്ലേറ്റിലേക്ക് കുറച്ച് ചോറിട്ട് അതിലേക്ക് കുറച്ച് വെണ്ടക്കക്കറി ഒഴിച്ചു. പിന്നെ കോഴിമുട്ട പൊരിച്ചതും പിന്നെ കൈപ്പക്കച്ചാറും മാങ്ങാച്ചാറും എടുത്ത് ഇതെല്ലാം കൂട്ടി കുഴച്ചിട്ട് ഭക്ഷണം കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.